ഹലോ വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് അമ്മമാസ് കിച്ചൻ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ ഞാനും അവിടെ അടിപൊളിയായിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മട്ടൻ്റെ ലിവർ റോസ്റ്റാണ് കേട്ടോ. ചിലർക്ക് ഭയങ്കര ഓക്വേർഡായിട്ട് തോന്നുന്ന ചില ഐറ്റംസാണിത്, പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ഒരുപാട് മസാലകളോ അല്ലാന്നുണ്ടെങ്കിൽ കുക്കിംഗ് പ്രൊസീജിയറോ ഒന്നും വരുന്ന ഒരു സംഭവമല്ല ഇത്. വളരെ ഈസിയാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചിലർക്ക് ഓക്വേർഡായിട്ട് തോന്നുന്ന ആൾക്കാർ ഇത് കാണണം എന്ന് ഞാൻ പറയില്ല, പക്ഷെ ആർക്കെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്വയം ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഈ മട്ടൻ്റെ ലിവർ കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതൊരു 3-4 വിസിലിൽ അത് വേവും. എന്നിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിനകത്ത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും, നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി എന്ന് പറയുന്നത് ഏകദേശം 1 ഇഞ്ച് വലുപ്പം വരുന്ന അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ഇഞ്ചി തന്നെയാണ്. പിന്നെ ഒരു 5-6 പച്ചമുളക്, ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് ആദ്യം മൊരിയിച്ചെടുക്കണം കേട്ടോ. ഒന്ന് ആ എണ്ണയ്ക്കകത്ത് ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വാസന എങ്ങനെ വരണം. അതിനുശേഷം മാത്രം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു 6-7 അല്ലി വെളുത്തുള്ളി, കുറച്ച് വലിപ്പമുള്ള വെളുത്തുള്ളിയാണ്, അപ്പോൾ നമ്മൾ അത്രയും ആഡ് ചെയ്താൽ മതിയാവും. എന്നിട്ട് ആവശ്യത്തിന് കറിവേപ്പില. ഈ കറിവേപ്പിലയുടെയൊക്കെ അളവെന്ന് പറയുന്നത് ഡിപ്പെൻസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് കിട്ടുന്ന അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. അത് പറഞ്ഞ് ഒരുപാടും ആഡ് ചെയ്യണ്ട, ഒരു ലെവലിൽ ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സവാള അരിഞ്ഞതും ഒപ്പം ഒരു 7-8 വലിയ ഉള്ളി കേട്ടോ. വലിയ ഉള്ളി മീൻസ് സവാളയല്ല, ചെറിയ ഉള്ളിയുടെ കുറച്ച് വലുപ്പമുള്ളൊരു 7-8 എണ്ണമാണ് നമ്മളിവിടെ റൗണ്ടിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. അതും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് അതൊക്കെ ഒന്ന് നന്നായി വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ലിവർ എടുത്ത് ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സവാള വഴറ്റുന്ന സമയത്ത് ഉപ്പൊന്നും ഇട്ടില്ലായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഈ ലിവർ ഉപ്പിട്ടിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇനി നമ്മളിപ്പോൾ ആഡ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കുരുമുളകും പെരിഞ്ചീരകവും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയാണ് കേട്ടോ. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതാണ്. സോ അതും കൂടി ഇട്ട് നന്നായിട്ട് ഈ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രം നമ്മൾ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ, സംഭവം കഴിഞ്ഞു. അപ്പം ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുന്നവർ, അതായത് ലിവർ കഴിക്കണം എന്ന് തോന്നണവർ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.